ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസം നീണ്ടുനിന്ന യൂറോപ്യൻ സന്ദർശനം സത്യത്തിൽ ഒരു വലിയ രാഷ്ട്രീയ സാമ്പത്തിക വിജയമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ മുട്ടായി വിൽപ്പനയിൽ മോഡി നേടിയ വമ്പിച്ച വിജയമാണ് അവസാനം ഇന്ത്യയിലും ലോകത്തും മുഴുവൻ ചർച്ചയായിട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിക്ക് നൽകിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെലഡി എന്ന് പറയുന്ന ഒരു മിഠായി ആയിരുന്നു. ഈ മിഠായിയുടെ പ്രത്യേകത അതിൻ്റെ പേര് മെലഡി ആണ് എന്നുള്ളത് മാത്രമാണ്. കാരണം അത് പാർലെ കമ്പനിക്കാർ ഇറക്കുന്ന മിഠായിയാണ്. അത് പാർലെ ജി, ക്രാക്ക് ജാക്ക് ഇങ്ങനെ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ അവർ കമ്പോളത്തിൽ ഇറക്കാറുണ്ട്. അതൊക്കെ ധാരാളം രാജ്യത്ത് ചിലവാകുന്നതാണ്. അതിനപ്പുറം അതിന് പ്രത്യേകമായിട്ടുള്ള വലിയ വാല്യൂ ഒന്നുമില്ല. പക്ഷേ മോഡിയുടെയും മെലോണിയുടെയും പേര് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് മെലഡി എന്നുള്ള പേരായതുകൊണ്ട് അദ്ദേഹം ആ മിഠായി കണ്ടെത്തി കീശയിൽ പൊതിഞ്ഞു വെച്ചിട്ട് ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ സ്ത്രീക്ക് കൊടുത്തു. നമ്മുടെ രണ്ടുപേരുടെയും പേര് ഇതിനകത്തുണ്ട് എന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയും അദ്ദേഹം അവരോട് പറഞ്ഞു. ഒരു പൊരുത്തം അവർ കണ്ടപ്പോൾ അവരത് ഫേസ്ബുക്കിലിട്ടതോടുകൂടി ലോക പ്രശസ്തമായി. അങ്ങനെ ഇന്ത്യയിൽ മിഠായി കിട്ടാനില്ലാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ പാർലെ കമ്പനി മെലഡി മിഠായി കൂടുതൽ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാനുള്ള ശ്രമമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ ആവശ്യക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റലിയിൽ പ്രത്യേകമായിട്ടുള്ള വിൽപ്പനശാലകൾ തുടങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഈ മിഠായി വിൽപ്പന കൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാനിടയുണ്ടോ? മോഡി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്ത ഒരു ഉൽപ്പന്നമാണ് ഈ മെലഡി എന്ന് പറയുന്ന ഉൽപ്പന്നം. മെലഡി മാത്രമല്ല, ഒരുപക്ഷേ മറ്റ് ഇന്ത്യൻ മുട്ടായികളും കേക്കുകളും ഒക്കെ വിദേശത്തേക്ക് പോകാനിടയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ആഗോള കയറ്റുമതിയിൽ ഈ കേക്കുകളും മിഠായികളും എത്രത്തോളമുണ്ട്? സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങളാണ് ഈ പ്രത്യേകമായിട്ട് കൺഫെക്ഷണറീസ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണി തന്നെ കീഴടക്കിയിരിക്കുന്നത്. സ്വിസ് മിഠായികൾ, സ്വിസ് ബ്രാൻഡ് ചോക്ലേറ്റുകൾ, അതൊക്കെ വളരെ ലോകപ്രസിദ്ധമാണ്. ബെൽജിയം ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ എന്താ പറയുക, കൊല്ലക്കടയിൽ സൂചി വിൽക്കാൻ പോകുന്ന മാതിരിയാണ് മെലഡി മിഠായിയുമായിട്ട് മോഡി ഇറ്റലിയിലെത്തിയത്. പക്ഷെ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള വിപണനത്തിൽ കൺഫെക്ഷണറി വിപണനത്തിൽ 1% മൂന്നിലൊന്ന് മാത്രമാണ്. 0.0034%. 1% മൂന്നിലൊന്ന് മാത്രമാണ് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ കൺഫെക്ഷണറി ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. വെറും 40 ലക്ഷത്തിന് താഴെ 39 ലക്ഷം രൂപയുടെ കച്ചവടം മാത്രമാണ് ആഗോള വിപണിയിൽ ഇന്ത്യക്കുള്ളത്. അങ്ങനെയുള്ള ഒരു വിപണി പിടിച്ചെടുക്കാനാണ് ഈ മോഡി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതാണ് മോഡിയുടെ ഏറ്റവും പ്രധാന ഈ സന്ദർശനത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. സാധാരണ അദാനി, അംബാനി തുടങ്ങിയ കമ്പനികളുടെ താല്പര്യങ്ങൾ വികസിപ്പിക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനുമാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത്. അവരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ, അവരുടെ വിവിധ താല്പര്യങ്ങൾ, പ്രത്യേകിച്ചും എണ്ണ വിപണിയിലെ അവരുടെ നിയന്ത്രണം, അതെല്ലാം മറ്റു രാജ്യങ്ങളിൽ കൂടുതൽ വികസിപ്പിക്കാനും മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്താറുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടോ അദാനി, അംബാനി തുടങ്ങിയ പ്രമാണിമാരെ അദ്ദേഹം അങ്ങനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അത് കാരണം ചെറുകിട കച്ചവടക്കാരെയൊക്കെയാണ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്തകളിലൊന്ന്, അദാനി കമ്പനിക്കെതിരായിട്ട് അമേരിക്കയിൽ കുറേ മാസങ്ങളായി കേസുകൾ നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻ സെക്യൂരിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ അട്ടിമറി നടത്താനായിട്ട് അദാനി ശ്രമിച്ചു എന്നും അത് അമേരിക്കയിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് എന്നും അതിനാൽ അത് കൈക്കൂലിയാണ്, ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർക്ക് അദാനി കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചു എന്നും അത് അമേരിക്കയിലെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് എന്നും അതിനാൽ അതിൽ അമേരിക്കയിലെ വിപണിയിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അത് നഷ്ടമുണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് കേസ് നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കേസ് ഒത്തുതീർന്നു. തീർച്ചയായും ഇന്ത്യൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കണം, അമേരിക്കയിലെ ട്രംപ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടു കൂടിയായിരിക്കണം അമേരിക്കൻ കോടതിയിലുള്ള കേസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് അദാനിയെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ ഗുണങ്ങൾ, മോഡിയുടെ പിന്തുണ തീർച്ചയായും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്.
ഇതാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണുന്നതെങ്കിലും മോഡിയുടെ പ്രധാനപ്പെട്ട സന്ദർശനം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ അദ്ദേഹം സ്കാൻഡിനേവിയ, നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളടങ്ങുന്ന സ്കാൻഡിനേവിയയിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ പ്രത്യേക സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഈ രാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ, സാമ്പത്തിക, പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അമേരിക്കൻ കമ്പോളത്തിൽ നിന്ന് മാറി കൂടുതൽ കൂടുതൽ യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്ത്യ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് നീക്കങ്ങളാണ് അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇന്ത്യയും ഈ പ്രദേശങ്ങളിലെ രാജ്യങ്ങളുമായിട്ട് ഒരുപാട് കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പുതിയ സാമ്പത്തിക നയത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ സമീപകാലത്തുണ്ടാക്കിയ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്, സ്വതന്ത്ര വാണിജ്യ കരാർ, അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇറ്റലിയിൽ നടത്തിയിരിക്കുന്ന സന്ദർശനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി വാണിജ്യ, സാമ്പത്തിക, പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറ്റലിയുമായിട്ട് ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, പ്രത്യേകമായ തന്ത്രപരമായ ബന്ധങ്ങൾ എന്ന മട്ടിൽ പുതിയ ബന്ധങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കരാറുകളിൽ ഒപ്പിട്ടുണ്ട്. തീർച്ചയായും ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ വിപണി പൂർണ്ണമായിട്ടും ചൈനയുടെ നിയന്ത്രണത്തിലും, ആഗോള വിപണിയിൽ അമേരിക്ക ഇന്ത്യക്കെതിരായിട്ടുള്ള സമീപനമെടുക്കുന്ന ഈ അവസരത്തിലും യൂറോപ്യൻ വിപണിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ സമീപനത്തിന് മോഡി തയ്യാറായത് ഒരു പക്ഷേ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് തന്നെ കാണണം. അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എത്രയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കൻ വിപണിയുടെ പൂർണ്ണമായ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്താനും ഇന്ത്യക്ക് പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ബോധപൂർവമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ശ്രമങ്ങളെ നമ്മൾ കാണേണ്ടത്. അപ്പോഴും ഈ യാത്രക്കിടയിലും മോദിക്ക് വലിയ പരിക്കുകൾ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. ലോകത്ത് ഈ ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ലിസ്റ്റിൽ ലോകത്തെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 1-ാം നമ്പർ സ്ഥാനത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള രാജ്യം നോർവേയും മറ്റ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമാണ്. ഇന്ത്യ 143 144 പദവിയിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാനും ആഫ്രിക്കൻ രാജ്യങ്ങളും പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങളും മാത്രമാണ് ഉള്ളത്. അതായത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന നോർവേയിൽ ചെന്ന അദ്ദേഹം അവിടെയുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ മിണ്ടാതെ പോകുന്നത്? പത്രക്കാർ ഇത്രയും പേര് ഇവിടെ നിൽക്കേണ്ടതില്ലല്ലോ, എന്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല എന്ന ചോദ്യം കേട്ടപ്പോൾ മോദി മിണ്ടാതെ പോയി. അവിടെയുള്ള പ്രസിഡന്റ് പറഞ്ഞത് ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരമാണ്, ഓരോ രാജ്യത്തിനും ഓരോ രീതിയാണ്. അദ്ദേഹം പറയണോ മറുപടി പത്രക്കാരോട് സംസാരിക്കണോ വേണ്ടെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ ആൾക്കാരൊക്കെ എല്ലാ പത്രക്കാരോടും സ്ഥിരമായിട്ട് സ്വതന്ത്രമായിട്ടും സത്യസന്ധമായിട്ടും സംസാരിക്കുന്നുണ്ട്. മോദി മറുപടി പറയുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് പോലും രംഗത്ത് നിന്ന് വിടുകയുണ്ടായത്. അപ്പോൾ ആ തരത്തിൽ ആഗോള രംഗത്ത് ഇന്ത്യയുടെ പിന്നാക്കം പോക്ക്, ആഗോള ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യയുടെ പിന്നാക്കം പോക്ക്, ആഗോള മാധ്യമ മേഖലയിൽ ഇന്ത്യയുടെ പിന്നാക്കം പോക്ക്, അതൊക്കെ തന്നെ ഈ സന്ദർശനത്തിനിടയിൽ വെളിവായി വന്ന കാര്യങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഈ യാത്ര കുറേയൊക്കെ വിജയമുണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ മോദിയുടെ മുഖത്ത് ഒരുപാട് കരിവാരി തേച്ച അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം.